അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുകയുന്ന പോരാട്ടവും യുദ്ധസമാന സാഹചര്യങ്ങളുമൊക്കെ വഴിമുട്ടി നിൽക്കുന്ന നിർണായക ഘട്ടത്തിൽ അറബ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് വമ്പൻ നയതന്ത്ര നീക്കവുമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. തങ്ങളുടെ ബാങ്കുകളിൽ വർഷങ്ങളായി മരവിപ്പിച്ചു നിർത്തിയിരുന്ന ശതകോടികളുടെ ഇറാനിയൻ സാമ്പത്തിക നിക്ഷേപങ്ങളും കോടികൾ വിലമതിക്കുന്ന വിദേശ കറൻസികളും UAE ഭരണകൂടം നിശബ്ദമായി വിട്ടുകൊടുത്തു. ഇതിനു പുറമെ ഏകദേശം $283 ദശലക്ഷം വിലമതിക്കുന്ന 2 ടണ്ണിലധികം തങ്കവും 15 വ്യാവസായിക യാത്രാ വിമാനങ്ങളും ടെഹ്റാനിലേക്ക് UAE കൈമാറിയതായാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന ഏറ്റവും പുതിയ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയും ഇറാനും മേലുള്ള ആക്രമണം ശക്തമാക്കുമ്പോൾ തങ്ങളുടെ രാജ്യത്തെയും സുപ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളെയും ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നും ഭാവിയിലെ വലിയ ദുരന്തങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്താൻ വേണ്ടിയാണ് അബുദാബി ഇത്തരമൊരു വമ്പൻ തന്ത്രപരമായ വിട്ടുവീഴ്ചയ്ക്ക് മുതിർന്നത് എന്നാണ് ടെഹ്റാനിലെ മുതിർന്ന വിദേശനയ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അബുദാബിയിൽ നിന്നും അതീവ രഹസ്യമായി പുറപ്പെട്ട പ്രത്യേക ചരക്ക് വിമാനങ്ങൾ ഓഗസ്റ്റ് 11, 12 തീയതികളിലായി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ മെഹ്റാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും കറാജ് മേഖലയിലെ പയാം വിമാനത്താവളത്തിലും എത്തിച്ചേരുകയായിരുന്നു. കേവലം 1 മണിക്കൂറോളം മാത്രം വിമാനത്താവളങ്ങളിൽ തങ്ങിയ ശേഷമാണ് വൻ തുകയുടെ സാമ്പത്തിക ശേഖരവും സ്വർണവും ഇറാനിയൻ അധികൃതർക്ക് കൈമാറി ഈ വിമാനങ്ങൾ തിരികെ അബുദാബിയിലേക്ക് പറന്നത്. ഈ വർഷം ജൂൺ 8-നും ഇത്തരത്തിൽ അബുദാബിയിൽ നിന്നും ടെഹ്റാനിലേക്ക് പറന്ന വിമാനമാർഗം മരവിപ്പിച്ച $3 ബില്യൺ നിക്ഷേപം UAE ഇറാനിലേക്ക് തിരിച്ചയച്ചിരുന്നുവെന്ന് അന്ന് റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ കൂടുതൽ വഷളാകുമ്പോൾ തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സാമ്പത്തിക മേഖലയ്ക്കും നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാക്രമണങ്ങളെ പൂർണ്ണമായും പ്രതിരോധിക്കുക എന്നതാണ് ഈ കോടികളുടെ വിട്ടുകൊടുക്കലിലൂടെ UAE പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സാമ്പത്തിക നിക്ഷേപങ്ങളും ഭീമമായ സ്വർണ്ണശേഖരവും തിരികെ നൽകിയതിനു പുറമെ ഇറാന്റെ തകർന്നു കിടക്കുന്ന വ്യോമയാന മേഖലയെ സഹായിക്കുന്നതിനായി 15 സെക്കൻഡ് ഹാൻഡ് യാത്രാ വിമാനങ്ങൾ വിൽക്കാനും അത് കൈമാറാനും UAE ഭരണകൂടം ഔദ്യോഗിക അനുമതി നൽകിയിട്ടുണ്ട്. UAE കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന EasyT ഏവിയേഷൻ സപ്പോർട്ട് എന്ന പ്രമുഖ കമ്പനി മുഖേന സൗദി എയർലൈൻസിന്റെ പക്കലുണ്ടായിരുന്ന ബോയിങ് 777-268ER വിമാനങ്ങൾ ഇതിനോടകം തന്നെ ഇറാന് കൈമാറിക്കഴിഞ്ഞു. കൂടാതെ എറോവിഷൻ, FZ, സ്കൈസോഴ്സ്, FZ എന്നീ എമിറാത്തി കമ്പനികൾ വഴി 3 ബോയിങ് 737 വിമാനങ്ങളും 2 എയർബസ് A320 വിമാനങ്ങളും ഇറാനിയൻ എയർലൈനുകൾക്ക് വിറ്റഴിക്കാൻ UAE വഴിയൊരുക്കി. ഇതിൽ തന്ത്രപ്രധാനമായ 2 എയർബസ് A320 വിമാനങ്ങൾ ഇതിനകം തന്നെ UAEയുടെ സജീവ സഹായത്തോടെ ടെഹ്റാനിൽ സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട്. റൊമാനിയയിലെ ജോർജ് എനെസ്ക്യൂ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന ഈ വിമാനങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇറാനിലേക്ക് പറന്നുയർന്നത്. അടുത്ത ദിവസങ്ങളിലായി കൂടുതൽ വിമാനങ്ങൾ UAE കമ്പനികളുടെ മധ്യസ്ഥതയിൽ ഇറാനിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ.